ലോകം മുഴുവൻ ഈ ദിവസങ്ങളിൽ ചർച്ച ചെയ്യുന്നത് ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങളുടെ വാർത്തയാണ്. ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പോര് നമ്മുടെ നാട്ടിലും അനുദിനം ചർച്ച ചെയ്യപ്പെടുന്നു, വാഗ്വാദങ്ങളിലേക്ക് നയിക്കുന്നു. എന്നാൽ ഇറാനും ഇസ്രയേലും തമ്മിൽ കടിച്ചുകീറുന്ന സാഹചര്യത്തിലും ഇരു രാജ്യങ്ങളിലെയും കത്തോലിക്കാ സഭാ നേതൃത്വം സംഘർഷം അവസാനിക്കുവാൻ അതിയായി ആഗ്രഹിക്കുന്നു. രാജ്യങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ച് സമാധാനം കൈവരുന്നതിന് അവർ ഏകമനസ്സോടെ പ്രാർത്ഥിക്കുന്നു. സൈനിക സംഘർഷം യുദ്ധത്തിലേക്ക് തിരിയും എന്ന ആശങ്ക വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇസ്ഫഹാൻ അതിരൂപതയിലെ കർദിനാൾ ഡൊമിനിക് മാത്യുവും ഇസ്രയേലിലെ ജെറുസലേമിലെ ലത്തീൻ പാത്രിയാർക്കീസായ കർദിനാൾ പിയർ ബാറ്റിസ്റ്റ പിസാബെല്ലയും സമാധാനത്തിനായി പ്രാർത്ഥനാഹ്വാനം നൽകി. ഏഷ്യാന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ കർദിനാൾ ഡൊമിനിക് മാത്യു പറഞ്ഞതിങ്ങനെയാണ്: മേശയ്ക്ക് ചുറ്റും സംഭാഷണം നടത്തുന്നതിന് പകരം പ്രതിരോധ ആക്രമണങ്ങൾ നടത്തുന്നത് ഏറെ ഖേദത്തോടെയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. സമവായത്തെ അടിസ്ഥാനമാക്കിയുള്ള സംഭാഷണത്തിലൂടെ സമാധാനം നിലനിൽക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് ഈ പ്രക്രിയയെ നയിക്കട്ടെയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രത്യാശ പകരുന്ന ബൈബിൾ വചനങ്ങൾ കോട്ട് ചെയ്തുകൊണ്ടുള്ളതാണ് പ്രാർത്ഥന. സമാധാനത്തിന്റെ ദൈവമേ, നീ ഇന്നലെയും ഇന്നും ഒരുപോലെയാണ്. അങ്ങ് പറഞ്ഞിരിക്കുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. നിങ്ങളുടെ ഹൃദയങ്ങൾ അസ്വസ്ഥമാകരുത്, അവർ ഭയപ്പെടരുത്. ഇങ്ങനെയാണ് പ്രാർത്ഥന തുടരുന്നത്. ജൂൺ 13-നാണ് ഇസ്രയേൽ ഇറാന് നേരെ ആദ്യ ആക്രമണം ആരംഭിച്ചത്. ഇറാന്റെ ആണവ പദ്ധതി നിർത്തുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രസ്താവിച്ചിരുന്നു. പിന്നാലെ ഇറാൻ നൂറുകണക്കിന് ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിച്ചു. യുദ്ധസമാനമായ ആക്രമണങ്ങളിൽ 200-ലധികം ഇറാനികളും കുറഞ്ഞത് 24 ഇസ്രയേലികളും കൊല്ലപ്പെട്ടുവെന്നാണ് റിപ്പോർട്ട്. ഗാസയിലും യുക്രൈനിലും ഉൾപ്പെടെ വർഷങ്ങളായി തുടരുന്ന സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുവാൻ ലോകമെങ്ങും ആഗ്രഹിക്കുമ്പോഴാണ് പുതിയൊരു പോരാട്ടമുഖം കൂടി തുറക്കുന്നത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ പദ്ധതികൾ തടയാനുള്ള നീക്കമാണിതെന്നും ലക്ഷ്യം കൈവരിക്കും വരെ തുടരുമെന്നുമാണ് ഇസ്രയേലിന്റെ നിലപാട്.